പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എല്ലാ US വ്യാപാര പങ്കാളികൾക്കും പരസ്പരം തീരുവ ചുമത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. എത്ര നികുതിയാണോ ഇന്ത്യ US ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തത്, അതേ നികുതി തന്നെ തിരിച്ചും ചുമത്തുമെന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത്. ഓവൽ ഓഫീസിലെ വാർത്താ സമ്മേളനത്തിനിടയിൽ വ്യാപാരികളുടെ ചില സംശയങ്ങൾക്കും ട്രംപ് വിശദീകരണം നൽകി. പരസ്പരം തീരുവ ചുമത്തുന്നതിന്റെ ഫലമായി ചിലപ്പോൾ സാധനങ്ങളുടെ വില ഉയരാമെന്നും ഭാവിയിൽ വിലയിലെ കുറവുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. US വ്യാപാര പങ്കാളികൾക്ക് അമേരിക്കയിൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫാക്ടറികളും പ്ലാന്റുകളും അവയ്ക്ക് ആവശ്യമായ എന്ത് വേണമെങ്കിലും സ്ഥാപിക്കാവുന്നതാണ്. അക്കൂട്ടത്തിൽ മെഡിക്കൽ സാധനങ്ങളും കാറുകളും ചിപ്പുകളും സെമി കണ്ടക്ടറുകളും തുടങ്ങി എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള തീരുവ നൽകേണ്ടി വരില്ല. ഇതോടെ അമേരിക്കയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഇന്ത്യയിലെ വ്യവസായത്തെക്കുറിച്ചും ട്രംപ് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ അധിക നികുതി കാരണം വ്യാപാരം നടത്താൻ ബുദ്ധിമുട്ടുകളുണ്ട്. വീണ്ടും ഇന്ത്യ US ഉൽപ്പന്നങ്ങളിൽ അമിത നികുതി ചുമത്തുകയാണെങ്കിൽ തിരിച്ചും അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കും. ഇത് ലളിതമായ ഒരു രീതിയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ ഈടാക്കുന്ന നികുതിയാണ് തീരുവ. വിദേശ രാജ്യങ്ങൾ അമേരിക്കൻ സാധനങ്ങൾക്ക് ഈടാക്കുന്ന അതേ തീരുവ ആഗോള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് സാധനങ്ങൾ എത്തുമ്പോൾ നികുതിയായി ഈടാക്കാൻ അമേരിക്കൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന ഓരോ ഉൽപ്പന്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ US തീരുവയിൽ 2% വർധനവ് വരുത്തുമെന്നാണ് നിരീക്ഷകനായ ഗോൾഡ്മാൻ സാച്ചസ് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത്. ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങളുടെ തീരുവ വർദ്ധിപ്പിക്കുന്നതിൽ സങ്കീർണതകൾ നേരിടേണ്ടി വരുമെന്നും കുറിപ്പിൽ പറയുന്നു. US ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന നികുതിയേക്കാൾ മറ്റ് രാജ്യങ്ങൾ ഉൽപ്പന്നങ്ങൾ നികുതി ഈടാക്കുന്നുണ്ടെന്നും ട്രംപ് മുൻപ് വ്യക്തമാക്കിയിരുന്നു. പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതോടെ അമേരിക്കയുടെ വ്യാപാരം സുഗമമായി നടക്കുമെന്നും വരുമാനം വർദ്ധിപ്പിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ബുധനാഴ്ച വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റും ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പുതിയ തീരുമാനം നടപ്പിലാക്കുന്നതോടെ അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരം ലഭിക്കുകയും രാജ്യത്തിന്റെ സുരക്ഷ മെച്ചപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ പുതിയ നീക്കം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്ന ലക്ഷ്യം കൂടിയുണ്ട്. 19ാം നൂറ്റാണ്ട് മുതലുള്ള വ്യാപാര കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളുടെയും വരുമാനത്തിന്റെ പ്രധാന ഉറവിടം ഉൽപ്പന്നങ്ങളിൽ ഏർപ്പെടുത്തുന്ന തീരുവ തന്നെയായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ US-ന് $77 ബില്യൺ മാത്രമാണ് നികുതി ഈടാക്കിയതിൽ നിന്ന് വരുമാനം ലഭിച്ചിട്ടുള്ളത്. ഇത് ആകെ വരുമാനത്തിന്റെ 1.57% മാത്രമാണ്. നിലവിൽ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന 70% ഉൽപ്പന്നങ്ങൾക്കും നികുതി ഈടാക്കുന്നില്ല. ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ ഈ രീതി മാറാൻ പോവുകയാണ്. ഇക്കാര്യത്തിൽ ട്രംപ് ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ നടത്തിയ ചർച്ചയിൽ അമേരിക്കയ്ക്ക് ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. പരസ്പരമുള്ള തീരുവ ഏതെല്ലാം രാജ്യങ്ങളെയാണ് ബാധിക്കാൻ പോകുന്നതെന്ന് ട്രംപ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പുതിയ തീരുമാനം ഉടൻ തന്നെ നടപ്പിലാക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ട്രംപിന്റെ നീക്കം ഇന്ത്യയെയും തായ്ലൻഡിനെയും ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. അതേസമയം മെക്സിക്കോ, കാനഡ, ചൈന പോലുള്ള രാജ്യങ്ങളെ ട്രംപിന്റെ പുതിയ നീക്കം അധികം ബാധിക്കില്ല. അതായത് പുതിയ നിയമം വരുന്നതോടെ US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ഈടാക്കുന്ന നികുതിയേക്കാൾ 10% കൂടുതലാണ് US ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്ന നികുതി. ഇത് അമേരിക്കയ്ക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടലുകൾ.